ഗൈസ്, അപ്പൊ നമ്മള് ആക്റ്റീവയുടെ ഏറ്റവും പുതിയ EV കണ്ടെത്തി വിട്ടേക്കാണ്ടാ. ഇതാണ് സാധനം. അങ്ങനെ ഇതുവരെയുള്ള ആക്റ്റീവകളെക്കാളെല്ലാം ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ഒരു പുതിയ ന്യൂ ജനറേഷൻ ആ ഒരു ഡിസൈൻ ആയിട്ടാണ് കൊണ്ടുവന്നേക്കണം. വാഹനത്തിന്റെ ആ ഒരു മിററിൽ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിസൈനിന്റെ വ്യത്യാസം മനസ്സിലാക്കും. പിന്നെ ഫ്രണ്ടിൽ ഒരു വലിയ DRL കൊടുത്തിട്ടുണ്ട്, പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. ടോട്ടൽ ആ DRLന്റെ ഡിസൈൻ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. പിന്നെ ആക്റ്റീവയുടെ യാതൊരു രീതിക്കും ആക്റ്റീവ എന്ന് നമുക്ക് തോന്നില്ല. പക്ക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആയിട്ടുണ്ട്. പിന്നെ LED ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ കാണാം. അതിന്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. താഴെ ഹോണ്ട എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. വാഹനത്തിന്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും 12 ഇഞ്ച് ടയേഴ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ആണ്, ബാക്ക് ഡ്രമ്മാണ്. അത് മാത്രമല്ല ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ഫോർക്കുകൾ കാണും. 2 ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു വാഹനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീറ്റിന്റെ താഴെയാണ് ആ ഒരു ബാറ്ററി നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ പറ്റും. ഇനി യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വെറും 1 മിനിറ്റിൽ ഫുൾ ചാർജ് ആട്ട വണ്ടി. 171 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ടെറൈൻസിലും നമുക്ക് ചെക്കനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ കാണാം. എങ്ങനെയാണ് 1 മിനിറ്റിൽ ഫുൾ ചാർജ് എന്നല്ലേ. ഇനി ബാറ്ററിയുടെ ടെൻഷനോ കാര്യങ്ങളില്ല. നമ്മുടെ ഓരോ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാലോ ഇവരുടെ ബാറ്ററിയുടെ ഒരു ചില പ്ലേസസ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റും വെറും 1 മിനിറ്റില്. ആക്റ്റീവ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥാനത്ത് എത്തിയിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്ത് ഫുൾ ചാർജ് ചെയ്ത് പോകുന്ന ഒരു കിടിലൻ സംവിധാനങ്ങൾ തന്നെയാണ് ആക്റ്റീവ കൊണ്ടുവന്നാണ് ഹോണ്ടയുടെ. 675 mm ആട്ട സീറ്റിന്റെ ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വൈഡ് ആയിട്ടുള്ള സീറ്റാണ്. അതിന്റെ കളർ ഗ്രേഡിങ്സും വാഹനത്തിന്റെ സെയിം കളറായിട്ട് തന്നെയാണ് വരുന്നത്. അത് മാത്രമല്ല സൈഡിലൊക്കെ ഒരു ക്രോം ആവരണം ഇവിടെ വരുന്നുണ്ട്. പോക്കറ്റ്സ് വരുന്നുണ്ട്. 7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കാണാം. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ജോയ്സ്റ്റിക്ക് പോലത്തെ സ്വിച്ചുകൾ വരുന്നുണ്ട്. ഈ സ്വിച്ചുകളെല്ലാം തന്നെ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനാണ്. ഡിസ്പ്ലേയുടെ താഴ്വശത്തായിട്ട് ഒരു ഹോണ്ടയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. യൂണിവേഴ്സൽ ഹോൺ കാണാം, പാസ് ലൈറ്റ് കാണാം. അതുപോലെ 3 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. എക്കോ, സ്റ്റാൻഡേർഡ്, സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട്. എക്കോയിലിട്ട് ഓടിച്ചാലാണ് നമുക്ക് 100 കിട്ടാട്ടോ. പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യം, വാഹനത്തിന് കീ ഇല്ലാട്ടോ. കീ ഫോബ് ആണുള്ളത്. ഒരു കയ്യിൽ ചെറിയ റിമോട്ട് ഉണ്ട്. ആ റിമോട്ടിൽ വെച്ചിട്ടാണ് വാഹനം അൺലോക്ക് ചെയ്യുക. പിന്നെ നോർമലായിട്ട് നമ്മുടെ ആക്റ്റീവയിലുള്ള പോലെ സ്മാർട്ട് ഇല്ല, അതേപോലെ തന്നെയാണ് ഈ വാഹനം ഓണാക്കുക. ബാക്കിലൊരു ഗ്രേ കളറിലുള്ള ഗ്രാബ് റെയിൽസ് കാണാം. ബാക്കൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവലിലാണ് വാഹനം ഡിസൈൻ ചെയ്തതാണ്. അവിടെ ആക്റ്റീവ് കാണാം. ബാക്ക് സൈഡ് എല്ലാം LED ടൈൽ ലാമ്പ് യൂണിറ്റും LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. പിന്നെ ബാക്കിലത്തെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 12 ഇഞ്ച് തന്നെയാണ് ഇവിടെ. പെർമനന്റ് മാഗ്നറ്റ് സിംഗറൻസ് മോട്ടറാണ് വാഹനത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല 8 bhp പവറും 22 Nm ടോർക്ക്, 1.5 kWh 2 ബാറ്ററി ബാക്കപ്പ് ആണ് വാഹനത്തിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു സീറ്റിന്റെ താഴെ നമുക്ക് റിമൂവൽ ആണ്. എവിടെ വേണേലും കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്ത് മാറ്റാനും പറ്റും. ഇനി ഇത്ര കൊല്ലം കഴിയുമ്പോൾ ആ ഒരു ബാറ്ററിയുടെ പേടി, റീപ്ലേസ് ചെയ്യണതിന്റെ കാശിന്റെ പേടി ഇല്ലാട്ടാ. ഫുൾ ടൈം റീപ്ലേസിംഗ് ആണ് ഡെയിലി. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് USB ഫാസ്റ്റ് ചാർജിങ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ ആണ്. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാലൊക്കെ നിവർത്തി വെച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും. സാധനങ്ങൾ ഹാങ് ചെയ്യാനായിട്ടൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഓവറോൾ കളറും ആ ഒരു ലക്ഷറിയസ് ഡിസൈനും. ഇനി വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 1854 mm, വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 700 mm, ഇനി ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1125 mm ആണ് വരുന്നത്. ഓവറോൾ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 1310 mm ആണ് വരുന്നത്. എങ്ങനെയുണ്ട് ചെക്കൻ പൊളി സാധനമായിട്ടില്ലേ. അത്യാവശ്യം നല്ലൊരു വൈഡറായിട്ടുള്ള ഹൈറ്റ് ഉള്ള ഒരു സീറ്റ് തന്നെയാണ് കൊടുത്താനായിട്ട്. അപ്പൊ ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം എക്സോറും പ്രൈസ് 1,17,000 രൂപ വരണം കേട്ടോ. പറഞ്ഞത് എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം.